എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഈ റജബ് മാസത്തിനെ ബഹുമാനിച്ചിരുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു. ഈ റജബ് മാസം വരുന്ന സമയത്ത് പുതിയതായ വസ്ത്രം ഉമ്മ മേടിച്ചിട്ട് ആ വസ്ത്രം ഇടുന്ന പ്രിയപ്പെട്ട ഉമ്മ പുതിയൊരു വസ്ത്രം മേടിച്ച് ആ വസ്ത്രത്തിൽ തന്നെ റജബ് മാസമാകുമ്പോ എന്ത് ചെയ്യും നിസ്കരിക്കും, ഖുർആനോതും, ദിക്റ് ചൊല്ലും. എന്നിട്ട് റജബ് മാസം കഴിയുമ്പോൾ അത് മടക്കിയെടുത്ത് റജബിനെ ബഹുമാനിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മ ഈ സ്വാലിഹായ അമലുകൾ ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു റജബ് മാസത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. ഒരു റജബ് മാസത്തിൽ എന്റെ പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. മരണപ്പെട്ടതിന് മുമ്പ് പ്രിയപ്പെട്ട പൊന്നുമോനോട് പറഞ്ഞിരുന്നു, മോനെ, ഞാൻ റജബിനെ ബഹുമാനിക്കുന്ന മോളാ, ഞാൻ റജബിനെ ബഹുമാനിക്കുന്ന ഉമ്മയാ. ഞാനെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് ഞാൻ ഇടുന്ന ഈ പുടവയുണ്ടല്ലോ, വസ്ത്രമുണ്ടല്ലോ, ഇതിൽ തന്നെ നീ എന്നെ മറമാടണേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ വരുന്ന സമയത്ത് ഈ പഴയ തുണിയിലെങ്ങാനും ഉമ്മാനെ മറമാടിക്കഴിഞ്ഞാൽ ആളുകൾ ഞാൻ പിശുക്കനാണെന്ന് പറയുമല്ലോ. ആളുകളെ പേടിച്ചിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്ത് ചെയ്തെന്നറിയോ? പ്രിയമുള്ളവരെ, അങ്ങാടിയിൽ പോയിട്ട് പുതിയ വസ്ത്രം മേടിക്കുകയാ. ആ തുണിയിൽ തന്നെ ഉമ്മാനെ അങ്ങ് മറമാടുകയാ. സുബ്ഹാനല്ലാഹ്. ഉമ്മാനെ ഖബറിലേക്ക് തിരിച്ചു പോന്നു. വൈകുന്നേരമായപ്പോ, രാത്രി സമയമായപ്പോ തന്റെ ഉമ്മാനെ കാണുകയാണ്. സ്വപ്നത്തില് ഉമ്മ പറയുകയാണ്, പൊന്നുമോനെ, ലിമനം തഖുദ് വസിയതി അന ഗൈറു റാദിൻ അൻക. എന്തേടാ നീ എന്റെ വസിയത്ത് നടപ്പിലാക്കാതെ പോയത്? എന്തേ നീ എന്റെ വസിയത്ത് നടപ്പിലാക്കാതെ പോയത്? അന ഗൈറു റാദിൻ അൻക. നിനക്കെന്റെ പൊരുത്തമില്ലടാ, നിനക്കെന്റെ പൊരുത്തമില്ലടാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് മറമാടിയ പ്രിയപ്പെട്ട പൊന്നുമ്മ വൈകുന്നേരം സമയമായപ്പോ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയാ, അന ഖൈറു റാദിൻ അൻക. പൊന്നുമോനെ, ഉമ്മാന്റെ പൊരുത്തം എന്റെ കരളിന്റെ കഷ്ടത്തിനില്ല. സുബ്ഹാനല്ലാഹ്. ഇവൻ പേടിച്ചു പറച്ചു വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ, ടെൻഷനായി ഓടിപ്പോവുകയാണ്. തന്റെ ഖബർ ശ്മശാനത്തിലേക്ക്, പള്ളിക്കൂടത്തിലേക്ക് ഓടിപ്പോയിട്ട് ഉമ്മാന്റെ അടുത്ത് ചെന്നു. സുബ്ഹാനല്ലാഹ്. മീസാൻ കല്ല് മാറ്റിയിട്ട്, ആ മണ്ണുകളൊക്കെ അങ്ങ് മാറ്റിയിട്ട് മൂടുകല്ലെടുത്തപ്പോ മുന്ത് പ്രസവിച്ച ഉമ്മാനെ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, അട്ടഹസിക്കുകയോ, ഫലം യജിദ്ഹാ ഫീ ഖബരിഹാ. പ്രിയപ്പെട്ട ഉമ്മാനെ ഖബറിൽ കാണാനില്ല. മനുഷ്യന്മാരെ, പച്ചമണ്ണ് ഉണങ്ങാത്ത മണ്ണിൽ പോയി അന്ന് പകൽ സമയത്ത് തന്റെ ഉമ്മാനെ കുഴിച്ചിട്ടതാണെന്ന് പറഞ്ഞാൽ മറമാടിയതാണ്. കഫൻ ചെയ്ത് പുതുവസ്ത്രം അണിഞ്ഞ് അന്ന് പകൽ ഉമ്മാനെ മറമാടിപ്പോന്ന്. വൈകുന്നേരമായപ്പോ ഉമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നിനക്കെന്റെ പൊരുത്തല്ല. കാലത്ത് റജബിൽ ഉമ്മ പ്രത്യേകമായി ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, അത് മോൻ ഉപയോഗിച്ചില്ല. പുതിയ വസ്ത്രം വാങ്ങിച്ചു. മോശമല്ല, ആൾക്കാർ പറയില്ലേ അതിന്റെ പിസ്കാന്നറിയില്ലേ? നമ്മളുമ്മ അങ്ങനെ വസിയത്ത് ചെയ്തു. ആൾക്കാരൊക്കെ വന്നു നോക്കുന്ന സമയത്ത് കീറി പറഞ്ഞ വസ്ത്രമാണെങ്കിൽ എന്നാലും പായിച്ചുവിന്റെ ചെറുക്കാവില്ല, അത്ര പിസ്കനെ. എന്തേ കാരണം? മരിച്ചിട്ടടക്കം ഉമ്മാന്റെ മയ്യത്ത് തുണി വാങ്ങാൻ പൈസ ഉണ്ടായില്ല. എത്രയോ ഉമ്മാനെ സഹായിച്ചതായിരിക്കും. പക്ഷെ ഇത് കാണുമ്പോ എന്ത് ചെയ്യും? ജനങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് പേടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഖബറിന്റെ അടുത്ത് പൊട്ടിക്കരയുകയോ. പൊട്ടി പൊട്ടി കരയുകയോ. എന്റെ ഉമ്മാനെ കാണാനില്ല,
ഉമ്മ എവിടെ പോയി, ഉമ്മ എവിടെ പോയി? ഖബറിൽ ഉമ്മാനെ കാണാനില്ല. അതാ ഒരു അശരീരി ശബ്ദം കേൾക്കുകയാ. അതിരാ സമയമാണ്. അവിടെ ഉള്ളതാരാ? ജീവനില്ലാത്തവരും മയ്യത്തായി കിടക്കുന്ന ആളുകൾ മാത്രമാണ്. പള്ളിയിലെ ഉസ്താദുമില്ല, പള്ളിയിലെ മുഅദ്ദിനുമില്ല, ആരുമില്ല. പാതിരാ സമയമാണ്. സുബ്ഹാനല്ലാഹ്. മൂടുകല്ല് പൊക്കിയപ്പോ ഫലം യജിദ്ഹാ ഫീ ഖബരിഹാ, ഖബറിൽ ഉമ്മാനെ കാണാനില്ല. ഫബകാ ബകാഅൻ ശദീദാ. ഇവൻ ശക്തമായി അട്ടഹസിക്കുകയോ. ആ സമയത്തതാ ഒരാള് വിളിച്ചു പറയുന്നു, എടാ പൊന്നുമോനെ, റജബിനെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞോ? റജബിനെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞോ? റജബിനെ ആരെങ്കിലും ആദരിച്ചു കഴിഞ്ഞോ? فنترك في القبر فريدا وحيدا فلا نترك في القبر فريدا وحيدا. ഖബറിൽ ഞാൻ അവനെ ഒറ്റക്കാക്കുകയില്ല എന്ന് ഒരശരീരി ശബ്ദം വിളിച്ചു പറയുന്നു. നേരെ കൊടുക്കൊണ്ടുപോയി അല്ല ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. എന്തേ കാരണം? റജബിനെ അങ്ങ് ബഹുമാനിച്ചു പോയി, റജബിനെ അങ്ങ് ആദരിച്ചു പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല സഹാബാ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്